ഞാനൊക്കെ ഒരുപാട് നാൾ എന്നെക്കുറിച്ച് മറന്നുപോയ ദിവസങ്ങളുണ്ട്. പണ്ട് കണ്ടിരുന്ന സ്വപ്നങ്ങൾ പോലും എന്താണെന്ന് മറന്നുപോയിട്ടിരിക്കും. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിസ്സസ് ഇന്ത്യ 2025 എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. കാരണം 1981 കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ ഒരു മിസ് കോട്ടയം പാജന്റ് നടക്കുന്നത് കാണാനിടയായി. അതിലെ പാർട്ടിസിപ്പൻസിനെയൊക്കെ കണ്ടപ്പോൾ ഞാനും വല്ലാതെ ഒന്ന് മോഹിച്ചു, എനിക്കൂടി ഒന്ന് പങ്കുചേരണമെന്ന്. പക്ഷെങ്കിൽ അപ്പോഴത്തേക്കും ഞാൻ കല്യാണവും കഴിഞ്ഞു, എനിക്കൊരു മോനുമായി. അതെല്ലാം മിസ്സിൻ്റെയാണ്, നമ്മൾ മിസ്സസ് ആയിപ്പോയി, ചെയ്യാൻ മേലല്ലോ എന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവർക്കൊരു മിസ്സസ് കോട്ടയം അല്ലെങ്കിൽ മിസ്സസ് കേരള ഒരു പാച്ചന്റ് നടത്തിയാൽ എന്നാ കുഴപ്പം, ഞാനൊന്ന് ചെയ്തേനെന്ന് എൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നിട്ട് പിന്നെ ആ കാര്യത്തെക്കുറിച്ച് മറന്നേ പോയി. കാരണം നടക്കുവല്ലാത്തൊരു കാര്യമല്ല. ജീവിതത്തിന്റെ അതിപ്രധാനമായ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ മോനുണ്ടായി, മോനെ വളർത്താനും, പിന്നെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചത്. അപ്പോൾ ഒരു വീടുണ്ടാക്കാനും ഒരു കാറ് വാങ്ങിക്കാനും അങ്ങനെയെല്ലാം ഉള്ള ഒരു ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ ഒരു നിരയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ ഒന്നും ഓർത്തതേയില്ല. അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വന്നപ്പോഴും ആദ്യത്തെ 3-4 വർഷം നമ്മള് രണ്ടു കാലിലൊന്ന് നിൽക്കാനായിട്ട് ശരിക്കും പണിപ്പെട്ടു. അങ്ങനത്തെ ഉള്ള ദൈനംദിന ജീവിതത്തിലെ പ്രയാസങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ ഒരു ബ്യൂട്ടി പാജന്റിനെ കുറിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു ഷോ ഇന്ന് കാണാൻ പോലും തരപ്പെട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ, ഈ മിസ്സസ് ഇന്ത്യ പാജന്റ് 2012 തുടങ്ങിയതാണ്. പക്ഷെ ഞാനിത് അറിയുന്നത് 2025 അങ്ങനെ 44 വർഷങ്ങൾക്ക് ശേഷം 2025 മിസ്സസ് ഇന്ത്യ പാജന്റിൽ പങ്കെടുക്കാൻ ഏജ് ലിമിറ്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ 44 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അങ്ങ് പൊട്ടിമുളച്ചിങ്ങനെ അങ്ങ് വന്നെന്നുള്ളതാണ്. അപ്പൊ മിസ്സസ് ഇന്ത്യ പാജന്റിൽ പോകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇവരുടെ വെബ്സൈറ്റിൽ കൂടെ നോക്കുമ്പോൾ അവരുടെ തീം എന്താണെന്ന് വെച്ചെന്നാൽ, ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട്, ഓൾ വിമൻ ആർ ബ്യൂട്ടിഫുൾ, അവർക്ക് എല്ലാവർക്കും കഴിവുള്ളവരാണെന്നെല്ലാം പറയാറില്ലേ. അത് തന്നെയാണ് മിസ്സസ് ഇന്ത്യ തീമും. ഓൾ വിമൻ ആർ ബ്യൂട്ടിഫുൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഏജും, അവരുടെ കളറും അവരുടെ തൂക്കമോ തടിയോ വെയിറ്റില്ലായ്മയോ ഒന്നും, ഒരു ഹൈറ്റോ വെയിറ്റോ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. എല്ലാവരും ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെ ചിന്തിക്കുകയും വേണമെന്ന്. സ്ത്രീ സൗന്ദര്യം അവരുടെ ഭാഗികമായ സൗന്ദര്യം മാത്രമല്ല, പിന്നെയോ അവരുടെ ആന്തരികമായ സൗന്ദര്യമാണ്. അവർക്കൊരു ഇറ്റേണൽ ബ്യൂട്ടി ഉണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ക്യാരക്ടറും വാല്യൂസും എത്തിക്സും അവർക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്ന് വേണ്ട ഈ വക കാര്യങ്ങളെല്ലാമാണ് ഒരു സ്ത്രീയെ സൗന്ദര്യമുള്ളവളാക്കി തീർക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. നമ്മൾ ട്രഡീഷണലി എന്താണ് സ്ത്രീയെ പറ്റി വിശ്വസിച്ചുകൊണ്ടിരുന്നത്? സ്ത്രീ ഒരു ദുർബലയാണ്, കരയാൻ മാത്രം അറിയാം, കുട്ടികളെ പ്രസവിക്കാനും അവരെ വളർത്താനും വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമാണ്, ഭർത്താവ് പറയുന്നത് അതുപടി വിശ്വസിച്ച് അതുപടി അനുസരിച്ച് ജീവിക്കേണ്ട, എല്ലാം അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട ഒരു വസ്തുവാണ് എന്നൊക്കെയല്ലേ. അതുപോലെ വീട്ടിലുള്ളവരെയൊക്കെ ശുശ്രൂഷിച്ചും പ്രായമായവരെയും അല്ലാത്തവരെ എല്ലാം ശുശ്രൂഷിച്ചും ബന്ധുക്കൾ വരുമ്പോൾ അവർക്ക് വെച്ചു വിളമ്പി കൊടുത്തും എല്ലാം അങ്ങനെ അങ്ങ് ജീവിക്കുന്ന ഒരു സ്ത്രീയെയാണ് എല്ലാവരും വിഭാവനം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. എന്നാൽ ഇന്ന് ആ സ്റ്റീരിയോ ടൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് നോക്കൂ, സ്ത്രീകളിലാണ് ബഹിരാകാശത്തിൽ പോയിട്ടുണ്ട്, പൈലറ്റ് സ്ത്രീകളുണ്ട്, ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, സിഇഒസ് ഉണ്ട്, സ്വന്തമായി ബിസിനസ് നടത്തുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും സ്ത്രീകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. എന്നാലും ചില യാഥാസ്ഥിതികന്മാരുണ്ട് ഇപ്പോഴും, സ്ത്രീകളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല, പെർമിഷൻ കൊടുക്കത്തില്ല, പ്രായമായി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോടും. കൊച്ചുമക്കളെയൊക്കെ നോക്കി, എനിക്ക് ഈയിടെയിലൊന്ന ഒരു കമന്റാണ്, കൊച്ചുമക്കളെയൊക്കെ നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കരുതോന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതിനൊന്നും പോകേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. ആഗ്രഹമുള്ളവർ കണിശമായിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. മിസ്സസ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺഹുഡിന്റെ ഒരു സെലിബ്രേഷനാണ്. എല്ലാ സ്ത്രീയിലും ഒരു ഇറ്റേണൽ ബ്യൂട്ടി ഉണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അല്ലെങ്കിൽ അവർക്ക് ഇത്രയും നല്ലതായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താനും വീട്ടുകാര്യങ്ങൾ ചെയ്യാനും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും ഒന്നും സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ എല്ലാ സ്ത്രീകളിലുമുള്ള ഒരു ഇറ്റേണൽ ബ്യൂട്ടിയെ പുറത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് മിസ്സസ് ഇന്ത്യ ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകളും പറയണം, ഐ ആം ബ്യൂട്ടിഫുൾ ഇറ്റേണലി. ആ ഒരു ചിന്ത നമ്മൾക്ക് വേണം. അത് ഒരു സ്ത്രീയെ വളരെ ഹമ്പിളായിട്ടും സിമ്പിളായിട്ടും ജീവിതം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കും. നിങ്ങൾ എല്ലാവരും അഗ്രി ചെയ്യും, സ്ത്രീകൾക്ക് കമ്മ്യൂണിറ്റിയോടുള്ള
കോൺട്രിബ്യൂഷൻസ് അല്ലേ, ഒരുപാടുണ്ട്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ വുമൺ, യു ആർ എഡ്യൂക്കേറ്റിംഗ് എ കമ്മ്യൂണിറ്റി ആൻഡ് എ നേഷൻ. യു ആർ ക്രിയേറ്റിംഗ് എ വണ്ടർഫുൾ നേഷൻ എന്നാണ്. പണ്ടൊക്കെ സ്ത്രീകളൊക്കെ ഒരു ഫോളോവേഴ്സ് ആയിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകളൊക്കെ ഒരു ലീഡേഴ്സ് ആണ്. പണ്ട് സ്ത്രീകളൊക്കെ കൺസ്യൂമേഴ്സ്, വീട്ടിൽ ഭർത്താവ് കൊണ്ടിരുന്നത് കൺസ്യൂം ചെയ്ത് വീട്ടുകാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ഇന്ന് അവര് പ്രൊവൈഡേഴ്സ് ആണ്. അവർ ജോലി ചെയ്ത് കാശുണ്ടാക്കി കുടുംബം നടത്തുന്നവരാണ് ഇല്ലേ. അപ്പോൾ അത്രയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ അച്ചീവ്മെന്റ്സും ടാലൻസും എന്തൂസിയാസും അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മിസ്സസ് ദീപാലി ഫഡ്നസ് ഇങ്ങനെ ഒരു മിസ്സസ് ഇന്ത്യ പാജന്റ് തുടങ്ങിയത്. വാവ്, എന്നാ എൻവിഷനാണ് ഇല്ലേ. നമുക്കൊക്കെ അറിയാം, ഒരു പെൺകുട്ടി എന്തോ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കോളേജിൽ പോകുന്നതും പഠിക്കുന്നതും ഒരു ജോലി സമ്പാദിക്കുന്നതും എല്ലാം. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ നേഴ്സിങ്ങിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. എനിക്ക് വലിയ നേഴ്സിങ്ങിലെ ഏറ്റവും വലിയ ടോപ്പായിട്ടുള്ള ആളാകണം, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നേഴ്സസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആകണം, എന്നിട്ട് ഒരു മിസ്സസ് അന്നമ്മ എബ്രഹാം അവർ സംസാരിക്കുന്നത് പോലെ എനിക്ക് പ്രസംഗിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ വന്നപ്പം പിന്നെ പ്രേമമായി, കല്യാണമായി, കൊച്ചായി, പ്രാരാബ്ദങ്ങളായി, അങ്ങനെ 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 നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് എല്ലാം മാറിപ്പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറിയതിലോ അതിന് ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നതിലോ ഒന്നും ഒരു റിഗ്രറ്റും എനിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതുപോലത്തെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് നടക്കാതെ പോയിട്ടില്ലേ? നമ്മുടെ പ്രയോറിറ്റീസ് വന്നപ്പോൾ കംപ്ലീറ്റ്ലി പോയില്ലേ? അല്ലെങ്കിൽ ഒരു സപ്പോർട്ടില്ലാത്ത ഒരു ഹസ്ബൻഡാണ് കിട്ടിയെന്ന് പറയാൻ നമ്മുടെ എല്ലാ ടാലൻറ്റുകളെയും അടിച്ചമർത്തി വയ്ക്കപ്പെട്ടിട്ടില്ലേ? അങ്ങനെ നമ്മുടെ വിവാഹം കഴിയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും പ്രയോറിറ്റീസും എല്ലാം മാറി മറിയും. അപ്പം അങ്ങനെ പ്രയോറിറ്റീസ് മാറി വരുമ്പോൾ നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളോ ഒന്നും നമ്മളെക്കുറിച്ച് തന്നെ അങ്ങ് മറന്നു പോകും. ഞാനൊക്കെ ഒരുപാട് നാൾ എന്നെക്കുറിച്ച് മറന്നുപോയ ദിവസങ്ങളുണ്ട്. അവളുടെ സ്വപ്നങ്ങളൊക്കെ ഒരു സ്വപ്നമായിട്ട് തന്നെ അങ്ങ് ഇരിക്കും. ഒരു വേള പണ്ട് കണ്ടിരുന്ന സ്വപ്നങ്ങൾ പോലും എന്താണെന്ന് മറന്നുപോയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് മിസ്സസ് ഇന്ത്യ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. അവരുടെ സൗന്ദര്യവും ടാലൻറ്റും ഗ്ലാമറും കൾച്ചറും എല്ലാം പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മിസ്സസ് ഇന്ത്യ പാജന്റ്. എൻ്റെ പൊന്നെ, ഇത്രയും ഞാൻ വായിച്ച് കേട്ടപ്പോഴത്തേനുണ്ടല്ലോ ഞാൻ ശരിക്കും വീണുപോയി കേട്ടോ. അടാ നല്ലൊരു കാര്യമാണല്ലോ, ഇത്രയും നാളും സാധിക്കാത്ത ഒരു കാര്യം, അതോ ഇതിനകത്തൊരു ഏജ് ലിമിറ്റും ഇല്ല. അതുകൊണ്ട് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. അതുപോലെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെയും കാരണം, ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നാൽ എന്നെപ്പോലെ ആഗ്രഹങ്ങളോ അല്ലെ സ്വപ്നം കണ്ടിരുന്ന സ്ത്രീകളൊക്കെ ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ഒരു പ്രചോദനം അല്ലെ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആവട്ടെ എന്ന് കരുതി ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് പോവുമായിരുന്നു ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, സാധാരണ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാറില്ല എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയാറില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്, സ്ത്രീകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മുഖാന്തരം ഒരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂവണിയട്ടെന്നേ. അതിന് നമ്മളൊരു പാത്രമാകുന്നെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്? വിവാഹവും ജോലിയും മക്കളെ വളർത്തും അങ്ങനെയെല്ലാം കഴിഞ്ഞ് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഒന്ന് ശ്വാസം നേരെ വിടാനും നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്യാനും ഒരു അവസരം ലഭിക്കുന്നത്. ആ അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ റിട്ടയർ ആയി വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒന്നും അടിച്ചമർത്തി 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ അടിഞ്ഞുകൂടിയിരിക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. നമുക്ക് എന്താണ് സന്തോഷം തരുന്നതെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം കേട്ടോ. കാരണം എല്ലാവരും ഡിഫറൻ്റ് ആണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ പ്രായമായി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു മൂലയിൽ ഇരുത്താൻ നോക്കിയാൽ അങ്ങനെ ചെയ്യരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മൂലയിൽ ഇരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ ഇരുന്നോ കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. അത് നമ്മുടെ ചോയ്സാണ്, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അലിസ ഇന്നത് ചെയ്യേ അല്ലെങ്കിൽ അത് ചെയ്യേ, ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രചോദനത്തിനായിട്ട് നോക്കിയിരിപ്പുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് എറിഞ്ഞിട്ടേച്ച് അവനെൻ്റെ സന്തോഷവും കണ്ട് പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കേട്ടോ. നമ്മൾ വിവാഹം കഴിഞ്ഞെങ്കിൽ അതിന് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അതിന് നമുക്ക് റെസ്പോൺസിബിൾ ആണ്.
അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയ സേവനവും സഹായവും എല്ലാം ചെയ്ത് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. നമ്മുടെ കുടുംബത്തിനെ ഭദ്രമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാതെ അത് ഇട്ടെറിഞ്ഞിട്ട് അവനവൻ്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ജീവിച്ചങ്ങ് തീർക്കുക. സപ്പോസ് നമ്മൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, റിലേഷൻഷിപ്പിലാണ്, നമ്മൾ ഒരു എഗ്രിമെൻ്റ്, ദൈവവുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് നടത്തി വിവാഹം കഴിച്ചെങ്കിൽ കണിശമായിട്ടും ആ ബൗണ്ടറീസിലും ആ റെസ്പോൺസിബിലിറ്റീസിലും നമ്മൾ കുറച്ച് തന്നെ നിൽക്കണം. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറക്കം പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വായും പൊളിച്ച് നോക്കിയിരിക്കരുത്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി വരണം. അല്ലാതെ ആരും സന്തോഷം നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ട് തരത്തില്ല കേട്ടോ. നീ സന്തോഷിച്ചോ എന്നും പറയണം. നമ്മൾ സന്തോഷിക്കുന്നത് കണ്ടെന്നാൽ മറ്റുള്ളവർ ആ സന്തോഷത്തെ അടിച്ചമർത്താനായിട്ട് നോക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ മിസ്സസ് ഇന്ത്യ പാജന്റിന് പോകാനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഈ പാജന്റിന് എങ്ങനെ പങ്കെടുക്കാമെന്ന്. അതുവരെ ടേക്ക് കെയർ, ബി ഹാപ്പി, ബൈ.